ഒഡീഷയുടെ 15ാമത് മുഖ്യമന്ത്രി, സംസ്ഥാനത്തെ ആദ്യ BJP മുഖ്യമന്ത്രി, ഗോത്രവർഗ്ഗക്കാരനായ സംഘപരിവാർ നേതാവ്, സാമൂഹിക പിന്നോക്കാവസ്ഥയിൽ നിന്ന് വന്ന 4 തവണ MLA ആയ സന്താൾ വിഭാഗക്കാരൻ മോഹൻ ചരൺ മാഞ്ചി ഒഡീഷയെ നയിക്കാനെത്തുമ്പോൾ ആ വരവ് ഒരർത്ഥത്തിൽ സാമൂഹ്യ പ്രസക്തമായിരുന്നു. നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ മാഞ്ചി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഗോത്രവിഭാഗക്കാരനെ മുഖ്യമന്ത്രിയാക്കിയ BJPക്ക് ആദർശ പരിവേഷവും ലഭിച്ചു. എന്നാൽ 1 വർഷത്തെ അധികാരമധുയിതു പിന്നിട്ട സർക്കാരിൻ്റെ അസ്വാരസ്യങ്ങളുടെ കരിയും പുകയും പൊട്ടലും ചീറ്റലുമാണിപ്പോൾ ഒഡീഷയിൽ. സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയിൽ കെട്ടിപ്പടുത്തതായിരുന്നു ബിജു ജനതാദൾ പാർട്ടി നേതാവ് നവീൻ പട്നായിക്കിൻ്റെ 2 പതിറ്റാണ്ടിലെ ഭരണം. 2024 പക്ഷേ കഥ മാറി. അമിത ആത്മവിശ്വാസത്തോടെ മത്സരിച്ച BJDക്ക് ഭരണം നഷ്ടമായി. BJP വന്നു. എന്നാൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളടക്കം മോഹൻ മാഞ്ചി സർക്കാരിനെ വിമർശന പെരുമഴയിൽ നിർത്തിയിരിക്കുകയാണ്. BJPN വിദ്യാർത്ഥി സംഘടന ABVP പോലും സംസ്ഥാന ഭരണ വിമർശനത്തിന് പ്രേരിപ്പിച്ചു സംഭവങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം. ഫെബ്രുവരിയിലുണ്ടായ ഒരു ലൈംഗിക പീഡന കേസ് ഒഡീഷയെ പിടിച്ചുകുലുക്കി. നയതന്ത്ര വിഷയമായി വരെ മാറി ആ കേസ്. സർക്കാരിന് ചീത്തപ്പേര്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജിയിൽ ഒരു നേപ്പാളുകാരി വിദ്യാർത്ഥിനി ലൈംഗിക പീഡനത്തിനും ബ്ലാക്ക് മെയിലിങ്ങിനും ഇരയായി ആത്മഹത്യ ചെയ്തു. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി കടുത്ത വിമർശനം ഉന്നയിച്ചു. വിദേശകാര്യ മന്ത്രാലയം വരെ ഇടപെട്ടു. സംസ്ഥാന സർക്കാർ ആദ്യം ഉഴപ്പി. രാജ്യാന്തര സമ്മർദ്ദത്തെ തുടർന്ന് നടപടിയെടുത്തു. അധികം വൈകിയില്ല. രണ്ടാമതൊരു നേപ്പാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇതേ ക്യാമ്പസിൽ കണ്ടെത്തി. ഒഡീഷയുടെ സ്ത്രീക്ഷേമ പേരിന് കളങ്കമായി. അതിനിടെ ജൂൺ 15 ഗോപാൽപൂർ ബീച്ചിൽ കൂട്ടബലാത്സംഗ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 10 പേർ ചേർന്നൊരു പെൺകുട്ടിയെ അവളുടെ സുഹൃത്തിനെ കെട്ടിയിട്ട ശേഷം ബലാത്സംഗം ചെയ്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനടക്കം പ്രതിഷേധിച്ചു. നോട്ടീസ് അയച്ചു. ജനം ഇറങ്ങി. ജൂൺ 18 ലൈംഗികാതിക്രമണത്തിന് വിധേയയായി മറ്റൊരു പെൺകുട്ടിയുടെ മൃതദേഹവും കണ്ടെത്തി. ജൂൺ 20 പ്രധാനമന്ത്രി ഒഡീഷയിലെത്തുന്നതിന് തൊട്ടു മുൻപ് സ്ത്രീ സുരക്ഷയിൽ കോൺഗ്രസ് സംസ്ഥാനത്ത് പ്രതിഷേധിച്ചു. തീർന്നില്ല. ജൂൺ 25 ഗഞ്ചമിലെ ഒരു ക്ലിനിക് ഉടമ പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ ബലാത്സംഗം ചെയ്ത വാർത്ത വന്നു. ജൂൺ 28 8ാം ക്ലാസ് വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായി. ഒഡീഷ ഇളകി. ഒഡീഷ സർക്കാർ ആദ്യ ഭരണവാർഷികം ആഘോഷിച്ച ജൂണിലാണ് ഇതെല്ലാം സംഭവിച്ചത്. അതിനിടെ BJP MLA ജഗന്നാഥ് പ്രധാൻ ജൂൺ 30 ഭുവനേശ്വർ മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണറെ ആക്രമിച്ചതും ഓഫീസിൽ നിന്ന് വലിച്ചിഴച്ചതും വിവാദമായി. വീഡിയോ വൈറലായി. ഒഡീഷ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകാരും സിവിൽ സർവീസുകാരും കൂട്ടപ്രതിഷേധ അവധിയെടുത്തു. ഭരണ നടപടികൾ സ്തംഭിച്ചു. BJP നേതാവിൻ്റെ അറസ്റ്റിന് ശേഷം മാത്രമാണ് ഉദ്യോഗസ്ഥർ ജോലിയിൽ പ്രവേശിച്ചത്. 2 പതിറ്റാണ്ട് ഭരിച്ച BJDയോടാണ് ഉദ്യോഗസ്ഥരിൽ നല്ലൊരു ശതമാനത്തിനും കൂറെന്നും അവർ അട്ടിമറി ശ്രമം നടത്തുന്നുവെന്നുമാണ് BJPയുടെ വാദം. പക്ഷേ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം കൂടിയത് ഗുരുതര പ്രശ്നമെന്ന് വനിതാ വോട്ടർമാരുടെ അടിത്തറ അത് ഇല്ലാതാക്കുമെന്നും BJP തന്നെ സമ്മതിക്കുന്നു. ജൂൺ മാസത്തിൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ രഥയാത്രയ്ക്കിടെ വലിയ അപകടമുണ്ടായി. ഭരണതലത്തിലെ കെടുകാര്യസ്ഥത വിമർശിക്കപ്പെട്ടു. 100 കണക്കിന് പേർക്ക് തിക്കിലും തിരക്കിലും പരിക്കേറ്റു. മരണസംഖ്യ ഉയരാഞ്ഞത് സർക്കാരിന് ആശ്വാസമായി. ഉദ്യോഗസ്ഥർ VIP ഗേറ്റുകൾ കൂട്ടുകയും സാധാരണക്കാരുടെ ഗേറ്റുകൾ കുറച്ച് അവരെ നിയന്ത്രിക്കുകയും ചെയ്തത് അനിയന്ത്രിത തിരക്കും അപകടവും വരുത്തി. തൊട്ടു പിന്നാലെ ഒരു കോളേജ് വിദ്യാർത്ഥിനി ആത്മാഹുതി ചെയ്ത സംഭവം ഒഡീഷയെ പിടിച്ചുകുലുക്കി. പ്രൊഫസർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ നടപടിയുണ്ടായില്ലെന്ന് പറഞ്ഞാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ജൂലൈ 14 ഭുവനേശ്വറിലെ എയിംസിൽ പ്രവേശിക്കപ്പെട്ട പെൺകുട്ടി ജൂലൈ 15 മരിച്ചു. ബാലസോറിലെ ഫക്കീർ മോഹൻ ഓട്ടോണമസ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് മേധാവിക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയിരുന്നു. പ്രിൻസിപ്പാൾ BJP MP പ്രതാപ് സാരംഗി, സഹമന്ത്രി സൂര്യഭൻഷി സൂരജ്, ബാലസോർ BJP MLA മനസ് കുമാർ ദത്ത, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരെ അടക്കം സമീപിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നായിരുന്നു പരാതി. ജൂൺ 12 പ്രിൻസിപ്പലിൻ്റെ ഓഫീസിന് പുറത്ത് അവൾ തീ കൊളുത്തി. ഈ കേസിൽ ABVP അടക്കം സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു.
ബിജു ജനതാദൾ ജൂലൈ 16 സംസ്ഥാന ബന്ദ് നടത്തി. കോൺഗ്രസും വലിയ പ്രതിഷേധം നടത്തി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മരിച്ച കുട്ടിയുടെ പിതാവുമായി സംസാരിച്ചു. ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ് എന്നാണ് രാഹുൽ പ്രതികരിച്ചത്. നിരപരാധിയായ പെൺകുട്ടിയെ തീ കൊളുത്താൻ പ്രേരിപ്പിച്ചു സിസ്റ്റം, രാഹുൽ എക്സിൽ എഴുതി. ഇപ്പോഴിതാ മറ്റൊരു അതിക്രമം കൂടി നടന്നിരിക്കുന്നു. പുരിയിലെ ബലങ്കയിൽ 15-കാരി പെൺകുട്ടിയെ അജ്ഞാതരായ 3 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി തീ കൊളുത്തി. ജൂലൈ 19 സംഭവം. പെൺകുട്ടി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ഭുവനേശ്വർ എയിംസിലാണ്. പ്രതിയെ പിടിച്ചിട്ടില്ല. ഏതായാലും ഒഡീഷയിലെ ആദ്യ BJP സർക്കാർ തീക്കുണ്ടത്തിന് മുകളിലാണ്. സംസ്ഥാനത്തെ ക്രൈം ഡേറ്റ അത് വ്യക്തമാക്കുന്നു. ഒഡീഷയുടെ ക്രമസമാധാനം വെള്ളത്തിന്മേൽ വരച്ച വരയായിരിക്കുന്നു.